ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഞാൻ 2 ട്രേഡ്സ് എടുത്തിരുന്നു. അതിൽ 2 സെൽ സൈഡ് എൻട്രികൾ തന്നെയായിരുന്നു. സോ ഫസ്റ്റ് എടുത്ത എൻട്രി സ്റ്റോപ്പ് ലോസ് അടിച്ചു. സെക്കൻഡ് എടുത്ത എൻട്രി നമ്മൾ പ്രതീക്ഷിച്ച ടാർഗറ്റ് അടിച്ചെങ്കിൽ കൂടി മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കാരണം എനിക്ക് പെർഫെക്റ്റായ രീതിയിൽ അതൊരു എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഒരു ബ്രേക്ക് ഈവൻ ഉണ്ടായിരുന്നു എക്സിറ്റ് ചെയ്തത്. ഈ ഒരു ക്യാൻഡിലായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഒരു എൻട്രി ഞാൻ എടുത്തിരുന്നത്. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിന് താഴോട്ട് പോകുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് എൻട്രി എടുത്തത്. അതിനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഉണ്ടായ ഒരു ഇൻട്രാഡേ റെസിസ്റ്റൻസ്, ഇവിടെ കുറച്ച് നേരം മാർക്കറ്റ് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഉണ്ടായ ഒരു റെസിസ്റ്റൻസ് പോലെ ഉള്ളൊരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി. ഈ മുകളിൽ പോയ ഈ ക്യാൻഡിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ ചെറുതായി കാണാമായിരുന്നു. അങ്ങനെ ഈ ഒരു 2 ക്യാൻഡിൽ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു എൻട്രി പ്ലേസ് ചെയ്തത്. നമുക്ക് ഓർഡർ ഫ്ലോ വെച്ച് നോക്കുന്ന സമയത്ത് ഇതുണ്ടല്ലേ, ഇതാണ് നമ്മൾ ആ മാർക്കറ്റിലുണ്ടായിരുന്ന റെസിസ്റ്റൻസ്. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ ക്യാൻഡിലൊക്കെ ചെറിയ രീതിയിൽ ഉള്ള ഒരു ലിമിറ്റ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുണ്ടായ ക്യാൻഡിലും ചെറിയൊരു സെല്ലിംഗ് പ്രഷറും, പിന്നീട് ഉണ്ടായിരുന്ന തൊട്ടടുത്ത ക്യാൻഡിൽ പിന്നീട് ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടു. സോ ഇവിടെ നിന്നായിരുന്നു ഞാൻ എൻ്റെ ഒരു എൻട്രി പ്ലേസ് ചെയ്തത്. ഇവിടെ നിന്ന് ഞാനൊരു സെൽ സൈഡ് എൻട്രി ആയിരുന്നു പ്ലേസ് ചെയ്തത്. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഇവിടുന്ന് എൻട്രി, ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. സോ നമ്മൾ എടുത്ത് രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ട്രിഗറായി. സോ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടം തൊട്ടേ മാർക്കറ്റ് നല്ല രീതിയിൽ വൊളറ്റൈൽ ആവാൻ തുടങ്ങി. നമുക്ക് ഈ എല്ലാ മാർക്കറ്റിലെ എല്ലാ ക്യാൻഡിലെയും 5 മിനിറ്റ് ക്യാൻഡിലെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടില്ല, എല്ലാ ക്യാൻഡിലെയും മുകളിൽ അത്യാവശ്യം വിക്സ് ഉണ്ട്, മുകളിലും താഴെയായിട്ട്. സോ മാർക്കറ്റ് അത്യാവശ്യം ഒരു വൊളറ്റൈൽ ഫീൽ ആയിരുന്നു ഇന്ന് മൊത്തത്തിൽ. സോ നല്ലൊരു എൻട്രി കിട്ടുമെന്ന് നമ്മൾ നോക്കിയിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു 12:30-1 മണി സമയത്ത് നമ്മളൊരു അടുത്തൊരു എൻട്രി, നമ്മൾ ഈ ഒരു ക്യാൻഡിലിൽ നമ്മളൊരു എൻട്രി എടുത്ത്. ആ എൻട്രി എടുക്കാനുള്ള കാരണം, ഓർഡർ ഫ്ലോയിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിലായിരുന്നു നമ്മളെ എൻട്രി പ്ലേസ് ചെയ്തത്. അതിന് കാരണം ഇവിടെയൊക്കെ കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഇതാണ് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് പോലെ പിന്നെയും വന്നൊരു റെസിസ്റ്റൻസ്. അപ്പോൾ മാർക്കറ്റ് ഒരു വട്ടം അവിടെ നിന്ന് താന്നു, പിന്നെ ചെറിയ രീതിയിൽ അവിടെ കളിച്ച് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത എൻട്രി പ്ലേസ് ചെയ്തത്. കാരണം മാർക്കറ്റ് ഇന്ന് മൊത്തത്തിലൊരു വൊളറ്റൈൽ ആയതുകൊണ്ട് കൃത്യമായൊരു ഡയറക്ഷൻ ശരിക്കും പറഞ്ഞാൽ കിട്ടിയിരുന്നില്ല. സോ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ചെറിയൊരു രീതിയിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് പ്ലേസ് ചെയ്തത്. ഇവിടെ നിന്നായിരുന്നു എൻ്റെ എൻട്രി എടുത്ത് വന്നത്. കാരണം നമ്മൾ ഓർഡർ ഫ്ലോ നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഈ ലിമിറ്റ് സെല്ലേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതിലൊക്കെ കണ്ടില്ലേ, ഇത് ലിമിറ്റ് സെല്ലറാണ്. സോ ഇവിടുന്ന് ഞാനൊരു റിവേഴ്സൽ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എൻട്രി എടുത്തത്. ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തത്. ഇതിൻ്റെ മേലെയാണ് സ്റ്റോപ്പ് ലോസും വെച്ചത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത് ടാർഗറ്റ് അടിച്ചു. ഓൾമോസ്റ്റ് ഇവിടെ വന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് പോയത്. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, ടാർഗറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ വോളറ്റൈലായിരുന്നു. ഇവിടെ വന്നത് മാർക്കറ്റ് സഡനായി റിവേഴ്സലായി. സോ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ ഒരു ടൈം കിട്ടിയില്ല. അതുപോലെ ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ ഇതാണ് ആ ക്യാൻഡിൽ, റിവേഴ്സിൽ വന്ന ക്യാൻഡിൽ. ഇവിടെയൊക്കെ കണ്ടില്ലേ, വലിയ ക്വാണ്ടിറ്റി ലിമിറ്റ് ബയ്യേഴ്സ് വന്നു. സോ നമ്മുടെ ടാർഗറ്റ്, നമ്മൾ പ്രതീക്ഷിച്ച ടാർഗറ്റ് ഹിറ്റ് ചെയ്തെങ്കിലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്നൊക്കെയാണ് എൻ്റെ ഒരു എക്സിറ്റ് ചെയ്യാൻ ചെയ്തത് ഈ ഒരു മാർക്കറ്റിൽ. അതായത് ഓർഡർ ഫ്ലോയിൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ എൻ്റെ മാർക്കറ്റിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തത്, ഈ ഒരു ഏരിയയിൽ നിന്ന്.
സോ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഒരു പ്രോഫിറ്റൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ബ്രേക്ക് ഈവൻ നിന്നാണ് ഞാൻ ഇന്ന് അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് അത്രേ എനിക്ക് ഇന്ന് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ അതിനുശേഷം ഞാൻ വേറെ ട്രേഡുകളൊന്നും എടുത്തില്ല. പിന്നെ നമുക്ക് അതിന് ശേഷമുള്ള എല്ലാ മാർക്കറ്റും കണ്ടില്ലേ, ഇവിടെ നല്ല രീതിയിൽ വോളറ്റിലിറ്റി ഫീൽ ചെയ്യുന്നൊരു മാർക്കറ്റായിരുന്നു. വിക്സുകൾ കണ്ടില്ലേ. സോ ഈ ഒരു 2 ട്രേഡൂടെ ഞാൻ ഇന്ന് വേറെ ട്രേഡുകളോ അല്ലെങ്കിൽ പുതിയൊരു റിവെഞ്ച് ട്രേഡ് പോലെ എടുത്ത് പ്രോഫിറ്റ് ആക്കാനൊന്നും നിന്നില്ല. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ വോളറ്റൈലായിരുന്നു. സോ ഇതായിരുന്നു ഇന്ന് ഞാൻ എടുത്ത ട്രേഡുകൾ. എനിവേ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോയെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം. താങ്ക് യു ഗൈസ്.